1871 പ്രസിദ്ധീകരിച്ച പ്രിമിറ്റീവ് കൾച്ചർ എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻസ്: E.V. ഡാർവിൻ, E.B. ടൈലർ, H.B. ജോൺ, E.B. റോഡ്രിഗർ. ആൻസർ: E.B. ടൈലർ. ഭൂമിയുടെ ഉപരിതല സവിശേഷതകളെ പരന്ന പ്രതലത്തിലേക്ക് മാറ്റുന്നതിന് ഉപയോഗിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ്? ഓപ്ഷൻസ്: ഭൂപ്രക്ഷേപങ്ങൾ, ഗണിതശാസ്ത്ര സങ്കേതം, ഇവയൊന്നുമല്ല. 1ഉം 2ഉം. ആൻസർ: 1ഉം 2ഉം. ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടിയതാണ്? ഓപ്ഷൻസ്: തെക്കൻ പാട്ട്, ചവിട്ടുനാടകം, വഞ്ചിപ്പാട്ട്, കിളിപ്പാട്ട്. ആൻസർ: ചവിട്ടുനാടകം. ആർട്ടിക്കിൾ 84 പ്രകാരം രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള പ്രായപരിധി എത്ര? ഓപ്ഷൻസ്: 25 വയസ്സ്, 35 വയസ്സ്, 30 വയസ്സ്, 21 വയസ്സ്. ആൻസർ: 30 വയസ്സ്. ചെറിയ നദികളുടെ വൃഷ്ടിപ്രദേശങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: നീർത്തടങ്ങൾ, ജലഭിവാചകം, നദീതടങ്ങൾ, മഴവെള്ളക്കൊയ്ത്ത്. ആൻസർ: നീർത്തടങ്ങൾ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടിവരുന്ന അവസ്ഥ അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: ക്രമമായ താപനഷ്ട നിരക്ക്, താപവിപര്യം, ഭൂമിയുടെ താപബജറ്റ്, സൗരവികിരണം. ആൻസർ: താപവിപര്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പ് ഖനിയായ കാരജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഓപ്ഷൻസ്: ചിലി, ബ്രസീൽ, റഷ്യ, ഓസ്ട്രേലിയ. ആൻസർ: ബ്രസീൽ. രാജ്യസഭയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: രാജ്യസഭ സ്ഥിരം സഭയാകുന്നു, രാജ്യസഭ ഉപരിസഭയാകുന്നു, രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു. ആൻസർ: രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാകുന്നു. Thanks for watching my dear friends. Please like, share and subscribe my channel. Thank you.